ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പാടുകൾ മാറ്റാനും ചുളിവുകൾ മാറ്റാനും അതുപോലെ തന്നെ സൺ ടാൻ ഒക്കെ അടിച്ചിട്ട് നല്ല രീതിക്ക് കരിവാളിച്ചിരിക്കുന്ന ഫേസൊക്കെ മാറ്റിയിട്ട് നല്ല ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ക്ലിയർ സ്കിൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക, എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ. അപ്പൊ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഉരുളൻകിഴങ്ങാണ്. ഇത് മുഴുവനായിട്ട് എടുത്തോട്ടോ, ഒരു ഉരുളൻകിഴങ്ങ് മുഴുവനായിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഉരുളൻകിഴങ്ങ് ഇതേപോലെ മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പരിവാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. ഞാനിവിടെ മിക്സിയിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കാരണം ഇതിന്റെ ഈ ഒരു ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നന്നായിട്ട് അരച്ചതിന് ശേഷം വെള്ളം ചേർക്കാതെ അരക്കണം കേട്ടോ. വെള്ളം ചേർക്കാതെ അരച്ചതിന് ശേഷം അതിന്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യം. അത് ഇതേപോലെ നമ്മൾ എടുക്കണം കേട്ടോ. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസിലേക്ക് 2 സ്പൂൺ കടലപ്പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കടലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട കേട്ടോ. ഈ ഒരു രണ്ട് സാധനം മതി നമുക്ക് അടിപൊളി കിടിലം റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണെങ്കിലും ഇതിന്റെ റിസൾട്ട് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഒരുപാട് വെള്ളം പോലെ ആയി പോവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായി പോവാനും പാടില്ല. ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മൾ ഈ ഒരു സാധനം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പാക്ക് വന്നിട്ട്. ഇതിനി എങ്ങനെയാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ പാക്ക് എല്ലാവരും കണ്ടല്ലോ. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണേക്കാട്ടി മുന്നേ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം, ഫേസിൽ വേറെ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നമുക്കിത് ഫേസിൽ മാത്രമല്ല, നമുക്ക് കയ്യിൽ വേണമെങ്കിൽ കയ്യിൽ അപ്ലൈ ചെയ്യാം, കഴുത്തിൽ അപ്ലൈ ചെയ്യാം, നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും പാടുകളും കരിവാളിപ്പൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്കിത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഫേസിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല കട്ടിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിക്ക് കട്ടിക്ക് തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതിൽ ഉരുളൻകിഴങ്ങ് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ വ്രിങ്കിൾസ് കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ കുറയ്ക്കാനും നമ്മുടെ ഫേസിൽ കുരു വന്നിട്ട് പോയിട്ടുള്ള ആ ഒരു കറുത്ത പാടൊക്കെ മാറ്റാനൊക്കെ ആയിട്ടും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു കടലപ്പൊടി നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് ഒരു ഗ്ലോ തരാനും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് വൈറ്റനിങ് ചെയ്യാനും നല്ല രീതിക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കടലപ്പൊടി എന്ന് പറയുന്നത്. ഫേസ് ഫുള്ളും കഴുത്തിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് കഴുകാം കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റിന് ശേഷം ഇതേപോലെ ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയിട്ടില്ല, ഒരു 70% ഒക്കെ ഡ്രൈ ആവുമ്പോഴാണ് നമുക്കിത് റിമൂവ് ചെയ്യേണ്ടത്. മുഴുവനായിട്ട് ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത് കേട്ടോ. നമ്മൾ ഇതേപോലെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഒപ്പി കൊടുക്കാമെന്ന് പറയില്ല, അതേപോലെ ഒപ്പി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ നല്ലോണം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലൊരു ക്ലീനിങ് സ്പോഞ്ച് എടുത്തിട്ട് പാക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഇതേപോലെ മസാജ് ചെയ്യാതെ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യരുത്. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യാനായിട്ട് കേട്ടോ. ഈ ഒരു പാക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ജെന്യുവൻ ആയിട്ട് പറയുകയാണ്. നമുക്ക് ഫസ്റ്റ് യൂസിൽ റിസൾട്ട് കിട്ടും, പക്ഷേ അത്രയ്ക്ക് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലൊന്നും ഉള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. നമ്മളതൊരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ, അതായത് 1 മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിഫറൻസ്, നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു കറുത്ത പാടൊക്കെ കുറയുന്നത് പോലെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ട്, പക്ഷെ അത് ക്യാമറയിൽ കൂടി ഒരുപാടായിട്ട് നിങ്ങൾക്ക് കാണില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു
നല്ലൊരു ഗ്ലോ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രസമായിട്ട് എനിക്ക് ഫേസ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടൻ്റായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.